കർക്കിടകക്കഞ്ഞിയെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇന്നത്തെ കാലാവസ്ഥയ്ക്കും ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ച് അതെങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പുണ്യ, അമൃത ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. കർക്കിടകക്കഞ്ഞി വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് ഔഷധമാണ്. മഴക്കാലത്ത് പൊതുവെ നമ്മുടെ ദഹന വ്യവസ്ഥ മന്ദഗതിയിലായിരിക്കും. അധികം കൊഴുപ്പുള്ളതും ഹെവി ആയിട്ടുള്ള മീൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ പുറന്തള്ളുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വീണ്ടും ദഹന വ്യവസ്ഥ സജീവമാക്കാനും ഒക്കെ ആയിട്ടായിരുന്നു കർക്കിടകക്കഞ്ഞി കഴിച്ചിരുന്നത്. ഇന്നത്തെ കർക്കിടകക്കഞ്ഞിയും അന്ന് നമ്മൾ തയ്യാറാക്കിയിരുന്നതും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തെ കാലാവസ്ഥയ്ക്ക് വളരെ തണുപ്പുള്ളതായിരുന്നു അന്നത്തെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ വാദം, കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ, ദഹനക്കുറവ് ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന രോഗങ്ങൾ. അപ്പൊ അതനുസരിച്ചുള്ള കഞ്ഞിയായിരുന്നു അന്നുണ്ടാക്കിയിരുന്നത്. ലൈറ്റ് ആയിട്ടുള്ള, ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞിയായിരുന്നു അത്. ഇന്ന് നമ്മുടെ താപനില ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഉഷ്ണവീര്യമുള്ള ഈ ഒരു ഔഷധ കഞ്ഞി കഴിക്കുകയാണെങ്കിൽ ചിലരിൽ അസിഡിറ്റി, നെഞ്ചരിച്ചല്, ശരീരത്തിൽ ചൂട് കൂടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന റെഡിമെയ്ഡ് കിറ്റുകളാണ് കഞ്ഞിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പണ്ട് പറമ്പുകളിൽ നിന്നും നേരിട്ട് പറിച്ചെടുക്കുന്ന ചെടികളുടെ പച്ചയായ നീരായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മുക്കുറ്റി, കറുക, നിലപ്പന എന്നിങ്ങനെ 10ഓളം വരുന്ന ചെടികളുടെ പച്ചയായ നീരായിരുന്നു ഉപയോഗിച്ചത്. ഇന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഈ കിറ്റുകളിൽ ഇതിന്റെയൊക്കെ ഉണക്കിപ്പൊടിച്ച പൊടികളാണ് ലഭിക്കുന്നത്. പച്ചനീരിന്റെ അത്രയും ഗുണം ഉണക്കിപ്പൊടിച്ച പൊടികളിൽ ഉണ്ടാകണമെന്നില്ല. അതുപോലെ ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ചേർക്കാനുള്ള സാധ്യതയുമുണ്ട്. വർഷം മുഴുവൻ പ്രോസസ്ഡ് ഫുഡ്സും ജങ്ക് ഫുഡ്സും കഴിച്ചിട്ട് പ്രോപ്പർ എക്സസൈസോ സ്ലീപ്പോ ഇല്ലാതെ കർക്കിടക മാസം എന്ന പേരിൽ മാത്രം ഈ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ഗുണം ചെയ്യില്ല. ഇതൊരു ഡീടോക്സ് ഡ്രിങ്ക് അല്ല. പണ്ടുള്ളവരുടെ ആരോഗ്യസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ഔഷധക്കഞ്ഞിയായിരുന്നു അവർ കഴിച്ചിരുന്നത്. ഇന്ന് ഈ പറഞ്ഞ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ ഒരു മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോൾ വേണ്ടത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയാണ് നമുക്കിപ്പോൾ വേണ്ടത്. കർക്കിടകക്കഞ്ഞിയുടെ ഗുണങ്ങളെല്ലാം തന്നെ ശരിയാണ്. ഇത് കഴിക്കുന്നവർ അവരവരുടെ രോഗസ്ഥിതിയും അസുഖങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കഴിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബാലൻസ്ഡ് ഡയറ്റും പ്രോപ്പർ എക്സസൈസും സ്ലീപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഔഷധ കഞ്ഞിയുടെ പൂർണ്ണ ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ.